നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 20 പേരോളം അടങ്ങുന്ന ക്യാബിനറ്റ് പടയെയാണ് വി.ഡി. സതീശൻ ഇറക്കിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും. അതായത് ഇനിയും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും മന്ത്രിമാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി. വാർത്താ സമ്മേളനത്തിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിമാരെ പ്രഖ്യാപിച്ചത്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന വിവരവും അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒ.ജെ. ജനീഷ്. ആരൊക്കെയാണ് മന്ത്രിമാർ എന്നൊരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒ.ജെ. ജനീഷിൻ്റെ മന്ത്രി പദവി. അത് അപ്രതീക്ഷിതമായിട്ട് ഒരു സർപ്രൈസ് മന്ത്രിയായിട്ട് ഒ.ജെ. ജനീഷ് മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ഒ.ജെ. ജനീഷ്. ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ ഇതാ മന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒ.ജെ. ജനീഷ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ഈഴവ പ്രാതിനിധ്യവും തൃശ്ശൂർ ജില്ലയുടെ പ്രാതിനിധ്യവും ഇതിലൂടെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശിവഗിരി മഠാധിപതി നൽകിയ കത്തും ഒ.ജെ. ജനീഷിന്റെ മന്ത്രി സ്ഥാനത്തിന് കാരണമായി എന്ന നിഗമനങ്ങൾ എന്ന വിലയിരുത്തലുകളൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. എന്തായാലും ഒ.ജെ. ജനീഷ് യുവജനക്ഷേമ മന്ത്രിയായിട്ടാണ് മാറുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത് രാഹുൽ മങ്കൂട്ടത്തിൽ ഒ.ജെ. ജനീഷിന് ആശംസകൾ നേർന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒന്നിച്ചു കണ്ട കിനാവുകൾ വഴിമധ്യേ മഴയായി ചിതറിയാലും പതിരായി മണ്ണിൽ മറയില്ല മന്ത്രി ഒ.ജെ. എന്ന് പറഞ്ഞുകൊണ്ട് ജനീഷിനൊപ്പമുള്ള ഒരു ഫോട്ടോ, രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒ.ജെ. ജനീഷിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാരിൽ ഒരു സർപ്രൈസ് മന്ത്രിയായി ഒ.ജെ. ജനീഷ് എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉയർന്നു കേട്ട ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളെയൊക്കെ മറികടന്നാണ് ഇപ്പോൾ ജനീഷ് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. കൊടുങ്ങല്ലൂരിൽ കന്നിയംഗത്തിൽ 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് ജയിച്ചു കയറിയത്. 65,162 വോട്ട് നേടിയാണ് ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്നും വിജയം കൊയ്തത്. തകർത്തത് ഹാട്രിക് വിജയമായിരുന്നു. അതായത് ഹാട്രിക് വിജയം തേടിയിറങ്ങിയ സിറ്റിംഗ് എം.എൽ.എ LDF സ്ഥാനാർത്ഥി വി.ആർ. സുനിൽകുമാറിനെ, അതായത് CPM-ന്റെ ശക്തനായ ഒരു നേതാവിനെ തോൽപ്പിച്ചാണ് ജനീഷ് അവിടെ അധികാരം പിടിച്ചെടുത്തത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നു, അതിൽ നിന്ന് MLA ആകുന്നു, ഇപ്പോൾ ഇതാ മന്ത്രിപദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപാട് കഥകളുണ്ട്. ഈ ഒരു മന്ത്രിപദത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. മാളയിലെ കൊച്ചു ഗ്രാമമായ കാക്കുളിശ്ശേരിയിലാണ് ജനീഷിന്റെ ജന്മനാട്. പോളിടെക്നിക്കിൽ പഠിക്കവേ 19 വർഷം മുൻപായിരുന്നു അച്ഛന്റെ മരണം. അമ്മ പുഷ്പരാജ. അമ്മയുടെ തൊഴിലുറപ്പ് ജോലിയായിരുന്നു ഏക വരുമാനം. പാർട്ട് ടൈം ജോലികൾ ചെയ്താണ് പഠനത്തിനായി ജനീഷ് പണം കണ്ടെത്തിയത് എന്നതടക്കമുള്ള ഒരു കല്ലും മുള്ളും പിന്നിട്ട ഒരു ജീവിത കഥ കൂടി ജനീഷിന്റെ വിജയത്തിന് പിന്നിലുണ്ട് എന്നതും ശ്രദ്ധേയം. പിന്നീട് മാളയിലെ MIL കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിട്ടുണ്ട്. സെയിൽസ്മാന്റെ വേഷം മുതൽ സെക്യൂരിറ്റി ജോലി വരെ ജനീഷ് ചെയ്തിട്ടുണ്ട്. ആ പദവികളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലെ മന്ത്രി പദവിയിലേക്ക് ജനീഷ് വളർന്നിരിക്കുന്നത്, ജനീഷ് കയ്യേറിയിരിക്കുന്നത്, ജനീഷ് എത്തിയിരിക്കുന്നത്, കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ, അതായത് ഈ സെക്യൂരിറ്റി ജോലി വരെ ചെയ്യുന്ന ഈ ഗ്യാപ്പിനുള്ളിൽ തൃശ്ശൂർ ലോ കോളേജിൽ നിയമ പഠനം പൂർത്തിയാക്കി. പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴായിരുന്നു KSUവിലേക്ക് ജനീഷിന്റെ പ്രവേശനം. 3 വർഷം യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു ജനീഷ്. 2 വർഷം സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും തേടിയെത്തി. അതിനു പിന്നാലെ MLA പദവി, ഒടുവിൽ ഇതാ മന്ത്രിസ്ഥാനവും. VM സുധീറിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ആളാണ് ജനീഷ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പഠനത്തിലൊക്കെ മിടുക്കനായിരുന്നു ജനീഷ്, പഠിക്കാൻ മിടുക്കനായിരുന്നു. രാഷ്ട്രീയം വേണ്ട എന്ന് പലപ്പോഴും അമ്മ ജനീഷിനെ വിലക്കിയിട്ടുണ്ട് എന്ന് ജനീഷ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ വിലക്കുകളൊക്കെ ഒരു കുസൃതിയോടെ തള്ളിക്കളഞ്ഞ് ഇപ്പോൾ ഇതാ രാഷ്ട്രീയത്തിലൂടെ മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജനീഷ്. ഇനി ജനീഷ് എന്ന നേതാവിനെ കാണുമ്പോൾ ആ അമ്മയ്ക്ക് ഇന്ന് അഭിമാനമായി മാറിയിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. ഒരിക്കൽ അമ്മ ജനീഷിനെ പറ്റി പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. പോലീസിന്റെ ലാത്തിയടി കൊള്ളുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തൻ്റെ മനസ്സൊരിക്കൽ വിഷമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജയിലിൽ തൻ്റെ മകൻ 18 ദിവസം കിടന്നിട്ടുണ്ട്. മകൻ്റെ ഉയർച്ച കാണാൻ അച്ഛനില്ലെന്ന വിഷമം മാത്രമേ തനിക്ക് ഇപ്പോൾ ഉള്ളൂ എന്ന് ജനീഷിൻ്റെ അമ്മ ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ആ അമ്മയ്ക്കും ഏറ്റവും സന്തോഷകരമായ ഒരു നേട്ടമായിട്ട് മകൻ്റെ മന്ത്രി പദവി അമ്മയെ സംബന്ധിച്ചും വലിയൊരു സന്തോഷകരമായി മാറിയിരിക്കുകയാണ്. ജനീഷിന് മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് അമ്മയുടെ കൂടി ജോലി ചെയ്തിരുന്ന കൂട്ടുകാരികൾ ചേർന്നായിരുന്നു എന്നതാണ് മറ്റൊരു വിജയഗാഥ. സഹപാഠിയായിരുന്ന അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മിയാണ്
ജനീഷിന്റെ ജീവിത പങ്കാളി. എന്തായാലും വലിയൊരു വിജയം കൊയ്തിരിക്കുകയാണ് ജനീഷ്. പ്രത്യേകിച്ച് മറ്റ് നേതാക്കളൊക്കെ നമുക്കറിയാം, എല്ലാവരും മന്ത്രിപദവിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെങ്കിലും ജനീഷിന്റെ ഒരു മന്ത്രി പദവി അല്ലെങ്കിൽ മന്ത്രിപദവിയിലേക്കുള്ള ജനീഷിന്റെ യാത്ര അത് വലിയൊരു വിജയമായി തന്നെയാണ് കരുതുന്നത്. അത് കരസ്ഥമാക്കിയത് വലിയൊരു നേട്ടമായി തന്നെയാണ് കരുതുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ജനീഷ് VD സതീശന്റെ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കൊടുങ്ങല്ലൂരിൽ UDF തരംഗം സൃഷ്ടിച്ചാണ് ജനീഷ് വലിയ വിജയം കൊയ്തെടുത്തത്. ഇടതുമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂര്. അവിടുത്തെ സിറ്റിംഗ് MLA തോൽപ്പിച്ചാണ് ജനീഷ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയത്. 1960 PK അബ്ദുൽ ഖാദർ CPIയിലെ E ഗോപാലകൃഷ്ണനേക്കാൾ ഏകദേശം 8000 വോട്ടുകൾ അധികം നേടി. 1965 കോൺഗ്രസിലെ KCM മേത്തർ 11,000 വോട്ടുകൾക്ക് വിജയിച്ചു. 1967 PK ഗോപാലകൃഷ്ണൻ കോൺഗ്രസിലെ AK സഗീറിനെയും 1970 E ഗോപാലകൃഷ്ണ മേനോൻ CPM സ്വതന്ത്രൻ PV അബ്ദുൽ ഖാറിനെയും പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. 1977 കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച VK രാജൻ പിന്നീട് 1980, 1982, 1987 തിരഞ്ഞെടുപ്പുകളിൽ ഏകദേശം 2300, 2800, 3200 വോട്ടുകൾ VK രാജൻ ഭൂരിപക്ഷം നേടി. അങ്ങനെ 2001 JSS നേതാവ് ഉമേഷ് ചള്ളിയിൽ 11,000-ലേറെ വോട്ടുകൾക്ക് മീനാക്ഷി തമ്പാനെ മലർത്തിയടിച്ചു വിജയം കൊയ്തു എടുക്കുകയായിരുന്നു. 2006 ഉമേഷ് ചള്ളിയിൽ KP രാജേന്ദ്രനോട് അടിയറവ് പറഞ്ഞു. 2011 കരുണാകരന്റെ തട്ടകമായ മാള കൂടി കൂട്ടിച്ചേർത്ത കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ TN പ്രതാപൻ 9,432 വോട്ടാണ് ഭൂരിപക്ഷം നേടിയത്. എന്തായാലും നിലവിലെ സിറ്റിംഗ് MLA സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ അവിടെ ജനീഷ് വിജയം കൊയ്തത്. അവിടെ നിന്ന് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് കൂടി ജനീഷ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും VD സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് VD സതീശൻ ഇരുന്നപ്പോൾ VD സതീശനെ പലപ്പോഴും എതിർത്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജനീഷ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച സമരരീതി. അതിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചപ്പോൾ ആ ഒരു സമരരീതിയെ തള്ളിയപ്പോൾ VD സതീശനെതിരെയും ജനീഷ് നിലപാട് സ്വീകരിച്ചിരുന്നു. നേതാക്കൾ തള്ളിപ്പറഞ്ഞാൽ സഹപ്രവർത്തകരെ താൻ തള്ളിപ്പറയില്ല എന്നായിരുന്നു ജനീഷ് അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ജനീഷിനും സ്വാഗതം ചെയ്തിരിക്കുകയാണ് VDS മന്ത്രിസഭയിലേക്ക്. നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മന്ത്രിമാരുടെ പട്ടിക തയ്യാറായി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി പട്ടിക ഗവർണർക്ക് കൈമാറി. 20 മന്ത്രിമാരുടെ പട്ടികയാണ് കൈമാറിയത്. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിറ്റിക്, OJ ജനീഷ്, മോൻസ് ജോസഫ്, KM ഷാജി, N ഷംഷുദ്ദീൻ, PK ബഷീർ, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, M ലിജു തുടങ്ങിയവരുടെ പേരുകളാണ് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വകുപ്പുകളിൽ ധാരണയായെന്നും അത് പിന്നീട് അറിയിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ നിന്നുമാണ് ചീഫ് വിപ്പ് ഉള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. അങ്ങനെ VD സതീശന്റെ മന്ത്രിസഭയിലെ പടയാളികൾ തയ്യാറായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.